ഇനി പുതിയ പദ്ധതികൾ ഒന്ന് ബിസിനസ് ക്ലാസ് ബസ്സാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് എല്ലായിടത്തും 4-5 നഗരങ്ങളെന്നാണ് പറയുന്നത്. അല്ല, എല്ലാ നഗരങ്ങളിലും ഒരു 5-6 വണ്ടി വീതം ഇട്ടുകൊണ്ടൊരു പിങ്ക് ബസ് എന്നൊരു സംവിധാനം. കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും പെട്ടെന്ന് എത്തണ്ടേ. അങ്ങനെ തമിഴ്നാട്ടിലേക്കും നമുക്കിപ്പം ബഡ്ജറ്റ് ടൂറിസം ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഒരു മാസം 50 വണ്ടി തമിഴ്നാട്ടിൽ പോകത്തക്ക രീതിയിൽ നമ്മൾ തമിഴ്നാട് സർക്കാരുമായിട്ട് എഗ്രിമെൻറ്റ് ഏർപ്പെടാൻ പോകും. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് തുറക്കണമെന്നുണ്ടെങ്കിൽ അത് പഴകിയ സാധനമാണ്, തിന്നാനും കൊള്ളത്തില്ല, ചീത്തയായിരിക്കും, നാറ്റ് ദുർഗന്ധം വരും. മലയാളികൾ പോലും വിചാരിക്കാത്തൊരു കാര്യം നടത്തി കാണിച്ച ആളാണ് എന്നോടൊപ്പം ഉള്ളത്, നമ്മുടെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നമസ്കാരം മിനിസ്റ്റർ. ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആരും വിചാരിച്ചില്ല KSRTC ഇങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോകുമെന്ന്. എന്തൊക്കെയാണ് ഇനി പ്ലാനിലുള്ളത്? ആ ഒരു ആവനാഴിയിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടി? ഇനി പുതിയ പദ്ധതികൾ ഒന്ന് ബിസിനസ് ക്ലാസ് ബസ്സാണ്. ട്രിവാൻഡ്രം ടു തൃശ്ശൂരാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടം റോഡ് പണി നടക്കുന്നുണ്ട്, കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് അതേസമയം തന്നെ രാവിലെ ഒരു ബസ് ഇങ്ങോട്ടും വരും. അങ്ങനെ ഒരു ബിസിനസ് ക്ലാസ് പിന്നെ ടോയ്ലറ്റും പാൻട്രിയും ഫുഡിൻ്റെ സൗകര്യമൊക്കെ ഉള്ള ഒരു ബസ് ഹോസ്റ്റസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റിൻ്റെ മോഡലിലുള്ള ഒരു ബിസിനസ് ക്ലാസ്. ഓരോ സീറ്റിലും പ്രത്യേകം TV. ആ TV നമുക്ക് നമ്മുടെ മൊബൈലുമായിട്ട് അതിനെ മിറർ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കണക്ട് ചെയ്യാവുന്ന സംവിധാനങ്ങളോടുകൂടിയ ഒരു ബസ്സാണ് വരുന്നത്. വയർലെസ് ഹെഡ്ഫോണൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു വണ്ടി വരുന്നുണ്ട്. അതുകൂടാതെ അത് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയായിരിക്കും വരുന്നത്. അതുകൂടാതെ ഈ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് എല്ലായിടത്തും 4-5 നഗരങ്ങളെന്നാണ് പറയുന്നത്. അല്ല, എല്ലാ നഗരങ്ങളിലും ഒരു 5-6 വണ്ടി വീതം ഇട്ടുകൊണ്ടൊരു പിങ്ക് ബസ് എന്നൊരു സംവിധാനം UN-ൻ്റെ സഹായത്തോടെ ചെയ്യാനാണ്. ആ പിങ്ക് ബസ് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് സ്ത്രീകൾക്ക് തന്നെ ഒരു കണക്ടിവിറ്റി. ഈ ബസ് ഓടിക്കുന്ന സ്ത്രീ ആയിരിക്കും, കണ്ടക്ടറും സ്ത്രീ ആയിരിക്കും. ഇനി ഇവർ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഓട്ടോറിക്ഷ പോലെയല്ല, 4 വീൽ വേണം. കാരണം ഓട്ടോറിക്ഷ ഇച്ചിരി ഒരു ആക്സിഡൻറ്റ് കൂടുതലായതുകൊണ്ട് ഈ 4 വീലാണ്. ഷെയർ ഓട്ടോ പോലെ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഷെയർ ഓട്ടോ ഉണ്ട്. അതുപോലെ നമുക്ക് 4 വീലുള്ള ഏതെങ്കിലും വണ്ടി, CNG ഉള്ള വണ്ടിയോ ഏതെങ്കിലും വണ്ടി നോക്കിയിട്ട് അത് ഇതിനെ ലിങ്ക് ചെയ്യും. അപ്പോൾ ഈ ഉൾപ്രദേശത്തു നിന്നെല്ലാം ചില വില്ലേജസിൻ്റെ ഉള്ളിൽ നിന്ന്, അതുപോലെ ചില റെസിഡൻസ് അസോസിയേഷൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഓട്ടോയിൽ ഷെയർ ഓട്ടോ ആയിട്ട് വന്ന് ബസ് വരുന്ന സെൻറ്ററിൽ ഇറങ്ങും. അവിടുന്ന് KSRTC കണക്ഷൻ എടുക്കാം. KSRTC തന്നെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചെറിയ ബസ്സായിരിക്കും, 8 മീറ്റർ വീതിയുള്ള ചെറിയ, ഇപ്പോഴും നമ്മൾ വാങ്ങിയ മിനി ബസ് പോലുള്ള ബസ്സായിരിക്കും. വലിയ ബസ്സായിരിക്കും, ലേഡീസിന് മാത്രമാണ്. KSRTCയിൽ ഇപ്പോൾ പല മാറ്റങ്ങളും മിനിസ്റ്റർ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതേപോലെയാണ് പല ബസ്സുകൾ. നമ്മൾ വിചാരിക്കാതെ AC പ്രീമിയം ബസ്, വളരെ ചെറിയ ബസ്സാണ്, പക്ഷേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ കൊണ്ടുവരും. ഇങ്ങനെ ഈ ബസ്സുകളുടെ മാറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒക്കെ ഇവിടെ ഇങ്ങനത്തെ ബസ്സൊക്കെ കൊണ്ടുവരാം എന്നൊരു ചിന്തയായിരുന്നു. ഞാൻ ഈ ലോക രാജ്യങ്ങളിലെല്ലാം യാത്ര ചെയ്യുന്നതാണ്. യാത്രയിൽ കാണുന്ന നല്ല ബസ്സുകളുടെ പടം എടുത്തു വയ്ക്കുക. ആ സൗകര്യങ്ങളെല്ലാം, ബസ് സ്റ്റേഷനിലെ സൗകര്യങ്ങളടക്കം ഞാൻ എടുത്തു വയ്ക്കും. ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബസ്സുകളുടെ കാര്യത്തിൽ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ബസ്സുകൾ നമ്മൾ വാങ്ങും. ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബസ്സാണ് വാങ്ങുന്നത്. ഏറ്റവും നല്ല മോഡലും നല്ല സീറ്റും എല്ലാം വാങ്ങുന്നത്. ഈ മിനി ബസ്, പ്രീമിയം മിനി ബസ് തന്നെ ഭയങ്കര സക്സസ് ആയിരിക്കും. അപ്പോൾ അത് ഒരു 10 ഇപ്പം ബഡ്ജറ്റ് ടൂറിസം KSRTC വലിയൊരു വിജയമാണ്. അപ്പോൾ അവരൊരു 10 ബസ് ചോദിക്കുന്നുണ്ട്. ഒരു 10 ബസ് കൂടി ഈ പ്രീമിയം ബസ് വാങ്ങുകയാണ്. അത് ബഡ്ജറ്റ് ടൂറിസത്തിന് ഉപയോഗിക്കാം, അല്ലാത്ത ദിവസങ്ങളിൽ റൂട്ടിൽ ഓടിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ റൂട്ടുകൾ ഒരു ദിവസത്തേക്കൊക്കെ ചില യാത്രകളുണ്ട്. ഗുരുവായൂരേക്ക് പോകുന്നവർ എല്ലാ ആഴ്ചയും പോകില്ല, എല്ലാ ദിവസവും പോകില്ല. സാറ്റർഡേ സൺഡേ ഉണ്ടാവുള്ളൂ, ആ ദിവസങ്ങളിൽ മാത്രം. അങ്ങനെ തമിഴ്നാട്ടിലേക്കും നമുക്കിപ്പം ബഡ്ജറ്റ് ടൂറിസം ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഒരു മാസം 50 വണ്ടി തമിഴ്നാട്ടിൽ പോകത്തക്ക രീതിയിൽ നമ്മൾ തമിഴ്നാട് സർക്കാരുമായിട്ട് എഗ്രിമെൻറ്റ് ഏർപ്പെടാൻ പോവുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എഗ്രിമെൻറ്റ് ഒപ്പിടണം. അങ്ങനെയൊക്കെ അപ്പം കർണാടക, ബാംഗ്ലൂരേക്കൊക്കെ വന്നാലും കുറച്ചും കൂടി നല്ലതായിരിക്കും. തമിഴ്നാട്ടിലെ കൊടൈക്കനാലുള്ള സ്ഥലങ്ങൾ, പിന്നെ ക്ഷേത്രങ്ങൾ, നാഗൂര്, ആറ്റാങ്കരപ്പള്ളി, വേളാങ്കണ്ണി, ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് റെഗുലർ ഓട്ടം ഓടിയ ആളെ കിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് ടൂറിസം പ്ലാൻ ചെയ്തു പോയി. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വമായിട്ടൊരു ഒരു ചർച്ച ചെയ്തൊരു ടൈപ്പ് ഉണ്ടാക്കി. ദേവസ്വത്തിൻ്റെ ബോർഡ് ഒരു തീരുമാനം എടുത്തു തന്നത്, നമ്മളെ BTCയിൽ ബഡ്ജറ്റ് ടൂറിസത്തിൽ വരുന്ന തീർത്ഥാടകർ അവർക്കൊരു ഡോർമെട്രിയിൽ എത്തുകയും അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം ഒരു പ്രത്യേക ക്യൂവിലൂടെ ഗുരുവായൂരപ്പനെ തൊഴുതു പോരാനുള്ള ഒരു ഫെസിലിറ്റി ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ നമുക്ക് തന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു, ഇന്നലെ തുടങ്ങി. ആദ്യത്തെ ഫസ്റ്റ് വണ്ടി ഇന്നലെ എത്തി. ഇപ്പം KSRTC ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലെ KSRTCയിൽ മാത്രം മാറ്റങ്ങൾ കൊണ്ടുവരികയല്ല, KSRTC ബാക്കിയുള്ളതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോസിബിലിറ്റീസും കൂടെ ആണല്ലോ നോക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്? അല്ല, അത് വലിയ ഗുണമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പം പുറത്തുനിന്ന് ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം കൊടുത്തു. ബസ്സിനകത്ത് തന്നെ ഫാസ്റ്റ് ഫുഡ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പുകാർ തുടങ്ങിയ ഒരു റെയിൽ റോൾസ് എന്നൊരു കമ്പനി, ചെറുപ്പക്കാർ പിള്ളേരാണ്, എല്ലാം കൊച്ചുകുട്ടികളാണ്. അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. ആ ഇനിഷ്യേറ്റീവിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം അവർ നാളെ വലിയൊരു ബിസിനസ് എൻ്റർപ്രൈനറായി മാറണം. ഇതാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. അല്ല ബസ്, അപ്പോൾ അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു, ചിക്കിങ്ങിൻ്റെ സാധനങ്ങൾ വരുന്നു. അങ്ങനെ പല കമ്പനികൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അപ്പോൾ അവരെ ഹോസ്പിറ്റലുകൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ചില കൂപ്പൺ വിതരണം ചെയ്യും. അവർക്ക് ക്യാൻസർ ടെസ്റ്റ്,
വളരെ കുറഞ്ഞ ചിലവിലും ബേസിക് ടെസ്റ്റുകൾ കൊടുക്കും, മറ്റെല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചില ഹോസ്പിറ്റലുമായിട്ട് ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ടൈപ്പ് ആവുന്നുണ്ട്. ആ മേഖലയിലുള്ള വണ്ടികളിൽ കയറുന്ന എല്ലാ ഫീമെയിൽ പാസഞ്ചേഴ്സിനും ഈ ഒരു കാർഡ് കൊടുക്കും. ഈ കാർഡ് ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമികമായ പരിശോധന ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ചില ടൈപ്പുകൾ. കാരണം ഈ ടൈപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ യാത്രക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാനുള്ളൊരു കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു സ്പോൺസർഷിപ്പ് വെച്ചൊരു കിറ്റ് കൊടുത്തു. ഒരു ചെറിയ കളർ ചെയ്യുന്ന ബുക്ക്, അതിനകത്ത് ക്രയോൺസ്, മുട്ടായി, ബലൂൺ, അങ്ങനെയൊക്കെയുള്ള അത് കുട്ടികളെ ഈ ബസ്സിൽ കയറാൻ ആകർഷിക്കും. അപ്പോൾ അവർ അമ്മയോടും അച്ഛനോടും പറയാൻ നമുക്ക് അതിൽ പോയാൽ മതി എന്ന് പറയും. അതാണ് അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ഒരു കമ്പനി എങ്ങനെ നടത്താം എന്നുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ട്രയലാണ് നടത്തിയത്. അത് എങ്ങനെ ഈ ഐഡിയ ഒക്കെ വരും? മറ്റേ ഇപ്പൊ തമിഴ്നാട് സർക്കാരുമായിട്ടൊക്കെ കൈകോർത്ത് നമുക്കൊരെണ്ണം നടപ്പാക്കാം. ഇതുവരെ ആരും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും. അവരെന്നോട് ഈ തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ച് അവരെന്നോട് 10 ദിവസം ശബരിമല വരാൻ വേണ്ടി അവർ നട തുറക്കുമല്ലോ, ആ ഒരു 5 ദിവസം 10 ദിവസത്തേക്ക് പെർമിറ്റിന് വേണ്ടി അവർ ചോദിച്ചു. ഇമ്മീഡിയറ്റ് എൻ്റെ മനസ്സിൽ വന്നത് നമ്മൾ അങ്ങോട്ട് കയറി ഓടിയിട്ട് കാര്യമില്ല. കാരണം അവിടെയുള്ള ആളുകൾ തമിഴ്നാട് ബസ്സിലേക്ക് കയറും. അങ്ങനെ സംഭവമുണ്ട്. തമിഴ്നാട് ബസ്സിൽ കേരള ബസ്സിൽ അങ്ങനെ കയറത്തില്ല. നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ നഷ്ടമാണ് ബസ്. അപ്പോൾ അവർക്ക് നമ്മളെക്കാൾ ചാർജും കുറവാണ്. ആ ചാർജ് നമുക്ക് വാങ്ങിക്കാൻ നമുക്കത് നഷ്ടം. അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പെർമിറ്റ് എടുക്കാതെ ആവശ്യമുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ 10 പെർമിറ്റിനൊപ്പം 50 വണ്ടി അവർ വരും. ഈ 5 ദിവസങ്ങളിൽ 50 വണ്ടി വരും. മദ്രാസിൽ നിന്ന് വരെ വണ്ടി വരും. അയ്യപ്പ ഭക്തരെയും കൊണ്ട് അവർ വന്നോട്ടെ. പകരം എനിക്ക് നമ്മൾ പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 50 വണ്ടി വിവിധ ദിവസങ്ങളിൽ ആയിട്ട് തമിഴ്നാട്ടിലെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും പോകാൻ അനുവദിക്കാം. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ആളെ എടുക്കില്ല. കാരണം നമ്മളെടുക്കില്ല. ബഡ്ജറ്റ് ടൂറിസം തുടങ്ങുന്ന ഡെസ്റ്റിനേഷൻ അവിടെ നിന്ന് തുടങ്ങുന്നു. നമ്മൾ ഡിപ്പാർച്ചർ എല്ലാം ആൾ കേരളത്തിലെ ഏത് ബസ് സ്റ്റേഷൻ വെച്ചാൽ അവിടെ നിന്ന് ആളെ ഫുള്ളാക്കിയിട്ടാണല്ലോ പോകുന്നത്. വഴിക്കുന്ന ആളെ നമ്മൾ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് പറഞ്ഞു വഴിക്കുന്ന ആളെ എടുക്കും. ഞങ്ങൾ വഴിക്കുന്ന ആളെ എടുക്കില്ല. ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾ അവിടെ കൊണ്ടുപോകും. അവരെ താമസമല്ല ഞങ്ങൾ കൊടുക്കും. തിരിച്ച് നമ്മൾ കൊണ്ടുവരും. അവരവിടെ വിടുകയില്ലല്ലോ. അവരെയും കൊണ്ടിങ്ങി വരെയാണ്. ചാർട്ടർ ചെയ്ത് പോകുന്ന പോലെയാണ്. അവരെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഗവി കാണാൻ പോയാൽ ഗവി കണ്ടു, ആഹാരം കഴിച്ചു, തിരിച്ച് ഗവിയെ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. പത്തനാപുരത്തേക്ക് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുവരും. അതെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് പിന്നെ ഗുരുവായൂരേക്ക് ഒരു സർവീസ് പോകുന്നു. ഗുരുവായൂർ പോയി തൊഴിച്ചതിന് ശേഷം അവിടെയുള്ള 2-3 അമ്പലങ്ങളൊക്കെ തൊഴിച്ചിട്ട് തിരിച്ചിങ്ങ് പോകും. ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ പറശ്ശിനിക്കടവ്, പിന്നെ രാജരാജേശ്വര ക്ഷേത്രം, ഇങ്ങനെ ക്ഷേത്രങ്ങളെ കണക്ട് ചെയ്തിട്ട് ഒരു 4-5 മൃദംഗ ശൈലേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വിസ്മയ പാർക്ക്, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ടൂർ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആറന്മുള സദ്യ നടന്നു. ഈ ദിവസങ്ങളിലെല്ലാം കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ സ്ഥലത്തുനിന്നും ആളുകളെ, ഭക്തജനങ്ങളെ കൊണ്ടുവന്ന് ആറന്മുള സദ്യയിൽ പങ്കെടുപ്പിച്ചു. നമ്മൾ തന്നെ ഒരു ഓഡിറ്റോറിയം എടുത്തിട്ട് അവിടെ സദ്യ അറേഞ്ച് ചെയ്തു. അപ്പോൾ ആറന്മുള സദ്യയുടെ എല്ലാ വിഭവത്തോടെയും ആറന്മുള സദ്യ ഉണ്ണാം, അമ്പലത്തിൽ തൊഴാം, അത് കാണാം, എല്ലാം അനുഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പം ഈ ഇടയ്ക്ക് കുറച്ച് ആശങ്കയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതായിരുന്നു കേന്ദ്ര നിയമങ്ങൾ, റോഡ് നിയമങ്ങളുടെ ഇത് 5 ചലാനിൽ കൂടുതൽ പോയാൽ ലൈസൻസ് റദ്ദാകുന്നൊക്കെ അല്ലേ. അപ്പം മിനിസ്റ്റർ അതിൽ പറയുകയുണ്ടായി അത് കേരളം നടപ്പാക്കുന്നത് തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തരുത് എന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. NIC-യോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവരോട് ആവശ്യപ്പെടും. തൽക്കാലം ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ റോഡുകളൊന്നും അത്ര നല്ല കണ്ടീഷനിലല്ല. നമ്മൾ ഈ തമിഴ്നാട്ടിലെ വലിയ UP-യിലേക്ക് പോലുള്ള റോഡുകളിലാണ് ഇത് ട്രാഫിക് ലംഘനത്തിന് ഇങ്ങനെയുള്ള സംഭവം. അത് വരും, ഭാവിയിൽ വരുമായിരിക്കാം. പക്ഷേ ഇപ്പം തൽക്കാലം നമ്മളതിനെ ചാടുന്നില്ല. നമ്മുടെ റോഡുകൾ പലതും ഇടുങ്ങിയതാണ്, ഭയങ്കര ട്രാഫിക്കാണ്. അതിനിടയിൽ കൂടെ 5 ഒഫൻസിന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം മിനിസ്റ്ററിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റിലും സോഷ്യൽ മീഡിയയിൽ കുറേ കമൻറ്റുകളുണ്ടായിരുന്നു. എല്ലാവരും നല്ല കമൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില കമൻറ്റുകൾ ഇങ്ങനെ ശ്രദ്ധയിൽ പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ KSRTC ഡ്രൈവർമാരെ നല്ല നടപ്പിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ വരുന്നുണ്ട്. അപ്പം കുറേ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു തീരുമാനം കുറേ എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് നടപ്പിൽ വരുന്നത്. അതുകൊണ്ട് ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല, മദ്യപിച്ച് ഡ്യൂട്ടി കയറില്ലാൻ പറഞ്ഞതുകൊണ്ട് പല കുടുംബങ്ങളും രക്ഷപ്പെട്ടു. ഏത് റോഡേ പോയവരുടെ കുടുംബങ്ങളും രക്ഷപ്പെട്ടു, ഇടികൊണ്ട് മരിക്കാതെ. ഇവരുടെ കുടുംബവും രക്ഷപ്പെട്ടു. വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ആശ്വാസമുണ്ട്. അച്ഛൻ വെള്ളമണി നിർത്തി എന്നുള്ള സമാധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് കുറ്റം എന്നെ പറഞ്ഞാലും ഞാനെടുത്ത തീരുമാനം കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് KSRTC-യിലെ ഒരു വർഷത്തെ മേജർ ആക്സിഡൻറ്റുകളുടെ എണ്ണം 900-ന് മേളിലായിരുന്നു. അത് 300-ൽ താഴെ 3-1 കുറഞ്ഞു. അതൊരു മികച്ച നേട്ടമാണ്. മേജർ ആക്സിഡൻറ്റ് വരുമ്പോൾ മരണങ്ങളുണ്ടാവും. വണ്ടിയുടെ പണി തന്നെ എത്ര ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ അതൊഴിവായി മൈനർ ആക്സിഡൻറ്റുകൾ, ഒരേ പോറലൂര് അങ്ങോട്ട് എടുക്കുമ്പോൾ തട്ട്, അങ്ങനെയുള്ള മേജർ ആക്സിഡൻറ്റുകൾ KSRTC-യുടെ ഭാഗത്ത് കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷങ്ങളൊക്കെ വന്ന മരണങ്ങളിൽ പലതും ഉറക്കം വന്നിട്ടൊക്കെ ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുകയാണ് ബസ്സിലേക്ക്. അല്ല, ബസ് അങ്ങോട്ട് കൊണ്ട് കയറ്റിയത് മരണങ്ങളെ പോലെ തന്നെ അത് കുറവാണ്. കാരണം ഇത് കൂടുതൽ ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുകയാണ്.
മിനിസ്റ്റർ ഇവിടെ സെഷനിലും പറയുകയുണ്ടായല്ലോ കുട്ടനാട് പാക്കേജിന്റെ കാര്യമൊക്കെ, ജലഗതാഗതം നമ്മൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. കുട്ടനാട് സഫാരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് ടൂറിസത്തിൻ്റെ എക്സ്പോഷർ. ഞാൻ ഈ മൂന്നാറിലെ ഡബിൾ ഡെക്കർ കൊണ്ടുപോയി ടൂറിസത്തിൻ്റെ നല്ലൊരു ഷെയർ നമുക്ക് എടുക്കാൻ പറ്റും. ഇന്ന് മൂന്നാറിൽ വരുന്നവരെല്ലാം ഈ ഡബിൾ ഡെക്കറിൽ കയറാതെ പോകില്ല. അങ്ങനെ ഒരു അട്രാക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. വലിയ പബ്ലിസിറ്റി നാഷണൽ ലെവലിൽ നമുക്ക് ഈ ഒരു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോറിനേഴ്സൊക്കെ ഇത് ഷൂട്ട് ചെയ്തിട്ട് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ഉണ്ടാക്കിയിടുന്നുണ്ട്. അങ്ങനെ നമുക്കത് അതുപോലെ തന്നെയാണ് ഈ കുട്ടനാട് സഫാരി എന്ന് പറയുന്നത്. ഈ ഗൾഫിലൊക്കെ ഉള്ളവർക്കറിയാം ഡെസേർട്ട് സഫാരി എന്നൊരു സംഭവം. ഡെസേർട്ടിൽ ലാൻഡ് ക്രൂസർ ഉപയോഗിച്ചുള്ളൊരു പരിപാടി. അതിന് പകരം നമ്മൾ വെള്ളത്തിൽ കായലിൽ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിപാടി. അതിൻ്റെ എൻഡിൽ നമ്മൾ ചെല്ലുന്ന ഒരു കലാപരിപാടിയൊക്കെ നടക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ കൾച്ചറുള്ള സംഭവങ്ങൾ, ഈ ഓല കൊണ്ട് തൊപ്പി ഉണ്ടാക്കുക, ഓല കൊണ്ട് അതൊക്കെ നമ്മളെ ഗ്രാമീണമായ പഴയ കാര്യങ്ങൾ. ഓല മെടയി ആരും കണ്ടിട്ടില്ല. കയറ് പിരിക്കുക. ഇപ്പം കേരളത്തിലുള്ളവർക്ക് പോലും കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അവരെയും കൊണ്ട് യാത്ര പോകുമ്പോൾ ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയല്ല, നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ പഴയ കൾച്ചർ നൽകും. പിന്നെ അത് കഴിഞ്ഞ് കറങ്ങി ഒരു ഞാൻ കള്ളി ഷാപ്പ്, അവിടെ ഒരു പിന്നെ ചായ, ഒരു ഹോട്ടൽ, ഒരു ഓലയിട്ടൊരു കട, അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ തനതായതല്ല, അവിടെ എല്ലാം തൊഴിൽ ദാനമാണ്. അവർക്കെല്ലാം തൊഴിൽ കിട്ടണം. ഈ കടയിൽ നിൽക്കുന്നവർക്ക്, ഷാപ്പിൽ നിൽക്കുന്നവർ തൊഴിൽ. പിന്നെ ഒരു ചിത്രകാരനെ അവിടെ ഇരുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിനോട് നോക്കിക്കൊണ്ടിരിക്കുന്നത് പെൻസിൽ സ്കെച്ച്. അപ്പോൾ നമ്മൾ ആ ചെന്നിരുന്ന് നമ്മളൊരു പടം വരച്ച് തരും. ഒരു 200 റുപ്പീസ് 300 റുപ്പീസ് അവിടെ വയ്ക്കും. അത് കൊടുത്തിട്ട് അപ്പം ആഹാരം കഴിച്ചിട്ട് പുറത്ത് നിൽക്കുമ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ പിന്നെ അവിടെ നിന്ന് ബോട്ട് പുറപ്പെട്ടാൽ പാതിരാമണലിലേക്ക് വരാം. അവിടുത്തെ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നമ്മളവിടെ IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്കൊരു ആംഫി തിയേറ്ററും കാര്യങ്ങൾ അതും ഇതുപോലെ ഓല, അങ്ങനെ പ്ലാസ്റ്റിക് ഇതൊന്നുമല്ല, സിമൻറ്റ് കമ്പിയൊന്നുമല്ല, അങ്ങനെ മുള കൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു പഴയ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച പഴയ ഒരു തിയേറ്റർ പോലൊരു പന്തലായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിലിരുന്നിട്ട് നമുക്ക് കലാപരിപാടികൾ കാണാം. ഈ നമ്മുടെ മൺമറഞ്ഞു പോയ കലാരൂപങ്ങളെ ഓരോ ദിവസം ഓരോന്നായിട്ട് അവതരിപ്പിക്കും. അപ്പോൾ ഒരു 1 hour പ്രോഗ്രാം എന്ന് പറയുന്നത് കഥകളിയൊന്നും മാത്രമായിരിക്കില്ല, മിക്സ് ആയിരിക്കും. പല പല ആർട്ടിൻ്റെ മിക്സ് ആയിരിക്കും. ഓട്ടംതുള്ളൽ കുറച്ച് അങ്ങനെ കഥകളി തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഓടിച്ചു. ഓട്ടംതുള്ളൽ തന്നെ കാണാൻ ഒരു 3-4 കലാരൂപങ്ങളെ മിക്സ് ചെയ്തിട്ട് ഒരു 1 hour പ്രോഗ്രാം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം കണ്ടിട്ട് എല്ലാം ഈ ടിക്കറ്റിൻ്റെ പാക്കേജാണ്. കയറി കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ ഈ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ നാടൻ പാട്ടുകളാണ്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ട് ഈ വണ്ടി ഓടി ചിലപ്പോൾ ഓരോ സംഗീതജ്ഞനെ കൊണ്ട് അതിനകത്ത് പാടിക്കുകയും ചെയ്യും. ഇത്രയും ആളുകളുടെ മുമ്പിൽ ഒരാൾക്കൊരു ജോബാവും. എന്നിട്ട് ആലപ്പുഴ കൊണ്ടുവന്നിട്ട് അവരെ കയറ്റും. ആളിനൊന്നും ഒരു കുറവും വരില്ല. കാരണം കേരളത്തിലെമ്പാടും വരുന്ന ബഡ്ജറ്റ് ടൂറിസം വണ്ടി അങ്ങോട്ടങ്ങ് കണക്ട് ചെയ്തേക്കാൻ മാത്രം പറഞ്ഞു. നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ ഈ കോവിഡിന് ശേഷം ഡൊമസ്റ്റിക് ടൂറിസം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. വീട്ടിലെ അവധി ദിവസങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് യാത്ര പോകാം എന്ന് വിചാരിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറി. ആ ഒരു ചിന്തയായി എല്ലാവരും കുടുംബസമേതം ഒരു യാത്ര പോകാം എന്നുള്ള കോവിഡിന് ശേഷം വന്നൊരു വലിയൊരു ചേഞ്ചാണ്. ഇപ്പം എൻ്റെ അടുത്തൊരു വാഹനപ്രേമി മിനിസ്റ്ററോട് ചോദിക്കണം എന്ന് പറഞ്ഞൊരു ചോദ്യമാണിത്. പഴയ കാറുകളുടെയൊക്കെ ഫിറ്റ്നസിൻ്റെ നിയമങ്ങൾ. ഇപ്പോൾ മിനിസ്റ്റർ ഒരു കാർ ലവറാണ്, ഒരു വാഹനപ്രേമിയാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ടതുണ്ടോ ജനങ്ങളുടെ? ഇതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഈ പഴയ വണ്ടികളെല്ലാം സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞ് പുതിയ വണ്ടിയുടെ മാർക്കറ്റ്, പുതിയ വണ്ടിക്ക് എൻ്റെ വണ്ടി സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വണ്ടി വാങ്ങിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക വളർച്ചയെ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. കാരണം അപ്പോൾ GST കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള. പക്ഷേ പഴയ കാറുകൾ ഈ ടാക്സി വാഹനങ്ങൾ മാത്രമേ കണ്ടം ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റത് ചെയ്യണമെന്നില്ല, മറ്റേതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അതിൻ്റെ ഫൈൻ വല്ലാത്ത കൂട്ടി വെച്ചു. പക്ഷേ അതും ഞാൻ കുറച്ചു. അതും നമ്മളെ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് 50% ആയിട്ട് കുറച്ചു. പഴയ വണ്ടികൾ 20 വർഷം കഴിഞ്ഞ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വിൻറ്റേജ് കാറുകളൊക്കെ സൂക്ഷിക്കുക, അതിനൊന്നും ഒരു തടസ്സമൊന്നും പൊളിക്കണമെന്നൊന്നും. പിന്നെ വളരെ യൂസ്ലെസ് ആയിട്ടുള്ള വണ്ടികൾ പൊളിച്ച് കളയുക എന്നുള്ളതാണ്. സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയ വണ്ടി വരട്ടെ എന്നുള്ളതാണ്. വല്ലാതെ നമ്മളെ പൊല്യൂഷൻ കറക്റ്റ് ആയിരിക്കണം. ഈ 25 വർഷം കഴിഞ്ഞ് വണ്ടി ഉപയോഗിക്കാം, പക്ഷേ പൊല്യൂഷൻ കറക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. മിനിസ്റ്റർ പൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മുടെ KSRTCക്ക് ഇലക്ട്രിക് ബസ്സുകളുണ്ട് കുറേ. അപ്പം ദീർഘദൂരത്തേക്ക് നമുക്കത് അങ്ങനെയില്ല. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ട്രാവൽ ഒരു മോഡൽ എന്നുള്ള തരത്തിൽ നമ്മൾ ഇനി കുറച്ചും കൂടെ അതിലേക്ക് ഫോക്കസ് ചെയ്യുമോ? ഇല്ല, നമുക്ക് ലോങ് ഡിസ്റ്റൻസ് പോകത്തൊക്കെ ഇതിലുള്ള ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. 200 കിലോമീറ്ററൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ പോകണം, തിരിച്ചു വരണം. നമുക്ക് ഡ്യൂട്ടി അങ്ങനെയല്ല, ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ എത്തി. അപ്പം അത്തരം വണ്ടികൾ ഓടുന്ന ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിക്കാൻ പറ്റുന്നുള്ളൂ. ഷോർട്ട് ഡിസ്റ്റൻസ് ഒരു 500 വണ്ടി PM സേവാ പദ്ധതിയിലൂടെ ഒരു 560 വണ്ടികൾ വാങ്ങാൻ പരിപാടിയുണ്ട്. അപ്പോൾ അത് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ അടയ്ക്കണം, കേന്ദ്ര ഗവൺമെൻറ്റും തരും. അത് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് AC വണ്ടിയാണ് വരുന്നത്, AC ഇലക്ട്രിക് വണ്ടിയാണ് വരുന്നത്. പക്ഷേ ലെങ്ത്ത് 8 മീറ്ററിൻ്റെ ഉണ്ട്, 10 മീറ്ററിൻ്റെ ഉണ്ട്. 10 മീറ്റർ ഉള്ളതിന് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഭയങ്കര ചൂടുള്ള സ്ഥലമാണ് പാലക്കാട്, കാസർഗോഡ്, കൊല്ലം. അപ്പോൾ അവിടെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഓടിക്കാൻ പോവുകയാണ്. ഇതും നേരത്തെയൊക്കെ ഒരു ചെറിയ നഗരങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു, അത് ഞാൻ മാറ്റി കേരളം മുഴുവനാക്കി. കാരണം ഈ ചൂടുള്ള സ്ഥലത്ത് ഇപ്പം നമ്മൾ കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു, പിന്നെ ആര്യങ്കാവ് വഴി അങ്ങ് തമിഴ്നാട്ടിൽ കയറി തിരിച്ചു വരാൻ.
അപ്പോൾ അവിടെ വരെ തെങ്കാശി ഈ റൂട്ടൊക്കെ 200 കിലോമീറ്ററേ ഉള്ളൂ, പോയിട്ട് വരുമ്പോൾ 200 ആവുള്ളൂ. പക്ഷെ സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ സുഖമായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പം പ്രാദേശികമായ ഗ്രാമപ്രദേശങ്ങൾക്ക് ഓടുന്ന ലോക്കൽ ബസ്സുകൾ എയർ കണ്ടീഷനായിട്ട് മാറും, AC ആയിട്ട് മാറും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഇലക്ഷൻ വരികയാണ്, അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാതെ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ 2026 LDF തുടരുമോ എന്താണ്? തീർച്ചയായിട്ടും തുടരും. കാരണം ഇന്നത്തെ ബഡ്ജറ്റ് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം എത്രത്തോളം നല്ല കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഗവൺമെൻറ്റിന് ഒരു കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. KSRTC ഒരു ഉദാഹരണമാണ്. ഒരിക്കലും നന്നാവില്ല എന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരു സാധനം, മനുഷ്യ സാധ്യമല്ല എന്ന് കരുതിയ ഒരു കാര്യത്തെ സാധ്യമാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അനേകം കാര്യങ്ങൾ ഗവൺമെൻറ് സാധ്യമാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന വലിയ പരിഷ്കാരങ്ങൾ, ആരോഗ്യരംഗത്ത് കൊണ്ടുവന്ന ഒരു ഇന്ത്യയിലെ ഒരു മുൻനിരയിലെത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ടേ വോട്ട് ചെയ്യുള്ളൂ. നാടാര് ഭരിക്കണം എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അവർ നാട് കഴിവുള്ളവരെ കയ്യിൽ ഏൽപ്പിക്കും. അതിവേഗ റെയിൽ പദ്ധതിക്ക് നമ്മൾ മന്ത്രിസഭ അംഗീകാരം നൽകി. അപ്പോൾ ഇതിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ വന്ന് പറയുന്നത് ഇല്ല, അതുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല, മറ്റേ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞ അത് അംഗീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശനും പറയുന്ന കേട്ടു. ഇത് അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് അവർ എതിർക്കുന്നതിന് അർത്ഥമില്ല. കാരണം ഈ ഐഡിയ ഞാൻ മന്ത്രിയായിരുന്നതിന് മുമ്പേ ഞാൻ കേരളിൻ്റെ MD-യോട് ചർച്ച ചെയ്തതാണ്. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഉയരത്തിൽ പോകുമ്പോൾ ഈ വാട്ടർ ലോഗിംഗ് ഒന്നും വരില്ല. ഈ എടുക്കുന്ന തൂണ് നിൽക്കുന്ന സ്ഥലം മാത്രമേ അക്യൂർ ചെയ്തു. അപ്പം തൂണ് പിന്നെ മല തുറന്നാണ് കൂടുതലും പോകുന്നത്. അപ്പം മല തുറന്ന് പോവുകയും ഈ തൂണിൻ്റെ പുറത്താവുകയും ചെയ്യുമ്പോൾ ആക്സിഡൻറ്റുകളില്ല, ആരും എടുത്ത് വട്ടം ചാടി മരിക്കില്ല. അങ്ങനെയുണ്ട് പല രാജ്യങ്ങളിലും ഉണ്ട്. നമ്മളെന്തിനാണ് പുറമോട്ട് പിടിക്കുന്നത്? കേരളം ഇനി എന്ത് ഹൈവേ വന്നു പറഞ്ഞാൽ ഒരുപാട് സമയം വന്ദേ ഭാരത് തന്നെ വന്നപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം അതിലല്ലേ യാത്ര ചെയ്യുന്ന എന്താ കാര്യം? പെട്ടെന്നെത്തും. അപ്പോൾ സാധാരണക്കാരന് പെട്ടെന്നെത്തുന്നതിന് എന്താണ് തടസ്സം വരുന്നത്? എല്ലാവർക്കും പോണ്ടേ? കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും പെട്ടെന്ന് എത്തണ്ടേ? ഈ നാഷണൽ ഹൈവേ വരുമ്പോഴും ഞാനാലും KSRTC നാഷണൽ ഹൈവേ വരുമ്പോഴേക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഭയങ്കര ലാഭത്തിലേക്ക് കയറും. കാരണം ഡീസൽ മൈലേജ് കൂടും, വണ്ടിയുടെ മെയിൻ്റനൻസ് കുറയും, നല്ല റോഡല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാടിൻ്റെ പുരോഗതിയാണ്. അതിനെതിരെ അറിയുന്ന കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കണ്ട. VD സതീശൻ അത് അനുകൂലിച്ചുകൊണ്ടാണ് ഇന്നലെ കണ്ടത്. അദ്ദേഹം അറിയാത്തതുകൊണ്ട് ആളുകൾ പറയുന്നത് സതീശൻ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് വേണം. കാരണം അതിവേഗത്തിൽ ഇപ്പോൾ നമ്മൾ വന്ദേ ഭാരതിൻ്റെ വിജയം തന്നെ ഈ അതിവേഗതയാണ്. പെട്ടെന്ന് എത്താം, ഇത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താം എന്നുള്ളതാണ്. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ കയറിയിരുന്നാൽ കണ്ണൂരിൽ നിന്നൊക്കെ ഉച്ചയ്ക്ക് കയറിയിരുന്നാൽ വൈകിട്ട് 5-6 മണിയാകുമ്പോൾ ഇവിടെ എത്താം. അപ്പോൾ അതൊരു വലിയ സൗകര്യമാണ്. മനുഷ്യൻ്റെ സമയത്തിന് വിലയുണ്ട്. മലയാളിയുടെ സമയത്തിന് ഒരു വിലയില്ല എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ എന്ത് പറയാൻ? എന്തായിരിക്കും മിനിസ്റ്ററുടെ ഒരു വിഷൻ അടുത്ത ഒരു വട്ടം വരുന്നതിനുള്ളതിന്റെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അപ്പോഴും പറയാം. അങ്ങനെ വിഷനില്ല, വേറെ കാര്യം. അതങ്ങനെ വിഷനില്ല. അവസരം ഏതൊരു കാര്യം സൈക്കിള് കൈ കിട്ടുമ്പോഴാണ് നമ്മൾ സൈക്കിളേ ഓട്ടുന്നത്. കാറ് കൈ കിട്ടുമ്പോൾ കാർ ഓടിക്കും, സൈക്കിള് കൈ കിട്ടുമ്പോൾ സൈക്കിളേ ഓട്ടും. ആ സമയത്ത് കിട്ടുന്ന ചുമതല എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും അങ്ങനെയാണ്. ഇപ്പം പത്തനാപുരത്ത് ഇപ്പം വലിയ ചൂടിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അതിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ മണ്ഡലത്തിലും ചൂടാണ്. ചില ആളുകൾ ചൂടാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചൂടാവില്ലല്ലോ. അപ്പം കല്ല് ചൂടായെന്നുള്ളതിനും തൊട്ട് നോക്കിയല്ലേ അറിയണം. നല്ല ചൂടാന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചോടായിരിക്കുന്നത്. തൊട്ട് നോക്കണം. ഞാൻ ഉദ്ദേശിച്ചത് പല പഴയ വിവാദങ്ങളും വീണ്ടും വിവാദങ്ങളിലൊന്നും കാര്യമില്ല. അതൊക്കെ ആവശ്യം വരുമ്പോൾ എടുക്കുകയും അത് കഴിയുമ്പോൾ പെട്ടിയിൽ വെച്ച് കൂട്ടുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വിവാദം എന്ന് പറയുന്നത്. അത് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ അതിന് ഗുണം കിട്ടുമെന്ന് നോക്കും. അത് കഴിയുമ്പം ഇത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് തുറക്കണമെന്നുണ്ടെങ്കിൽ അത് പഴകിയ സാധനമാണ്. തിന്നാനും കൊള്ളത്തില്ല, ചീത്തയായിരിക്കും, നാറ്റ് ദുർഗന്ധം വരും. അതുകൊണ്ട് അത് നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതൊരു വിഷയമേ അല്ല. അതൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ അല്ല, ഒരു നാഷണൽ ഇഷ്യൂ അല്ല, നാടിൻ്റെ കേരളത്തിൻ്റെ ഇഷ്യൂ അല്ല. അതൊക്കെ കൊണ്ട് ഈ വിവാദങ്ങൾ കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റും. അതും കാര്യമില്ല. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കും, പൊയ്ക്കൊണ്ടിരിക്കും. ഞാനവിടെ ടോക്കിലും പറഞ്ഞല്ലോ, വിവാദങ്ങൾ വരും. അത് വരുമ്പോൾ വന്നിട്ടങ്ങ് പൊയ്ക്കോളൂ എന്ന് വിചാരിച്ചാൽ അങ്ങ് പൊയ്ക്കോളും. വിവാദം പരിഹരിക്കാൻ ശ്രമിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാൻ. അപ്പോൾ ഇനിയും നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഓരോരോ നല്ല പദ്ധതികൾ കൊണ്ടുവരാൻ സാറിനാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.